ഇപ്പോൾ കുറച്ച് നാളായിട്ട് എക്സാംസിൻ്റെയൊക്കെ കാര്യമായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ വണ്ടിയുടെ കാര്യമൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. പക്ഷേ അല്ലറ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ചെയ്ത് തീർക്കണം. ഇതിൻ്റെ വൈസർ തന്നെ നല്ല രീതിക്ക് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിസോൾവ് ചെയ്യണം. പിന്നെ ഇതൊരു 8 വർഷം അടുപ്പിച്ച് പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ട്. ശ്രദ്ധിച്ച് തന്നെ അറിയാൻ പറ്റും. ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഇതൊന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം നമ്മളതിന് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും എക്സാംസ് കഴിഞ്ഞ് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് ലൂബ് ചെയ്യണം, ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ പാട്ട് വീഡിയോ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലും അല്ലാതെ ഇൻസ്റ്റ ഐഡിയിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ രാവിലെ തൊട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ആദ്യം വണ്ടി ഒന്ന് നീറ്റായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിലായിരിക്കും കൊടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റിലെ കവർ നയിച്ച് വെച്ചിട്ടുണ്ട്. കാരണം വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റിലൂടെ ക്ലീൻ ആവും. അത്യാവശ്യം സ്ലഡ്ജൊക്കെ ഇതിലൊന്ന് ഇരിപ്പുണ്ട്. അതിനുശേഷം ഇതിൽ അടിക്കേണ്ട പെയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ മിക്കാനും സ്പ്രേ പെയിൻറ്റ് വല്ലതും വാങ്ങിച്ചായിരിക്കും അടിക്കുന്നത്. കാരണം ചെറിയ ടച്ച് വർക്കുകളേ ഉള്ളൂ, അല്ലാതൊന്നും അടിക്കുന്നില്ല. പിന്നെ അപ്പോൾ പെയിൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വണ്ടി കഴുകാൻ പറ്റി ആ ബായ ഇവിടെ നിന്ന് കഴുകുന്നുണ്ട്. ഈ പെയിൻറ്റ് ഞാൻ വിചാരിച്ച കടയിൽ കുറച്ചുകൂടെ റേറ്റായി 220 രൂപയായി. ഞാൻ പിന്നെ കുറച്ച് സാൻഡ് പേപ്പറും WD കൊട്ടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇപ്പോൾ ഫണ്ട് ഓഫ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ മണ്ണെണ്ണ വല്ലതും ഇട്ട് കഴിവേണ്ടി വരും. ഇനിയിപ്പോൾ വാഷിംഗ് ചെയ്ത് വിടായപ്പോൾ തന്നെ കയ്യിലുള്ള ഫണ്ടൊക്കെ തീർന്നു. ബാക്കി വീട്ടിൽ ചെന്നിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി വാഷിംഗ് കഴിഞ്ഞ് വാട്ടറിൻ്റെ ഒരു പ്രസൻസ് പോകാൻ വേണ്ടി ഇപ്പോൾ വെയിലത്തോട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങളോട്ട് നമുക്ക് കിടക്കാം. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയിലൂടെ കിടക്കാം. അപ്പോൾ ഞാൻ ഇപ്പം നിപ്പോൻ്റെ ഒരു മാറ്റ് ബ്ലാക്ക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. ഇതിന് 220 അടുപ്പിച്ച് പ്രൈസായി. അപ്പോൾ ആദ്യം പെയിൻറ്റ് അടിച്ച് തുടങ്ങുന്നതിന് എവിടെയൊക്കെ റെസ്റ്റ് ആണോ ജസ്റ്റ് റഫായിട്ട് നോക്കി വെക്കണം. അപ്പോൾ പിന്നെ അടിക്കുന്നത് ചിലപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ പിന്നെ ഈ സസ്പെൻഷൻ ജോയിൻ ചെയ്യുന്ന ആ സ്പോട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് മുമ്പ് കെറോസിൻ വെച്ച് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അടിക്കുന്നത് കാണിച്ചു തരാം. നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പെയിൻറ്റ് അടിക്കാനുള്ളൂ. ഈ ബാക്കി ഭാഗത്തൊക്കെ ആവാർക്ക് ഒരു കാർബോർഡ് പീസ് വെച്ച് പിടിച്ചിട്ട് വേണം അടിക്കാൻ. പിന്നെ ഇത് അടിക്കാൻ നേരത്ത് നമ്മുടെ എഞ്ചിൻ സൈഡിലൊന്നും ഇത് അടിക്കാതിരിക്കാൻ നോക്കണം. കാരണം ചൂടാകുമ്പോഴത്തേക്ക് ഇത് ഉരുവി ഇറങ്ങി അവിടുത്തെ സ്മോക്കൊക്കെ വരും. ഇത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് പെയിൻ്റ് ഒന്നുമല്ല. ആ ചെറിയ വാഷിലൊക്കെ മാത്രമേ ചെയ്യാവൂ. പിന്നെ ഇതിൻ്റെ ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും വാങ്ങിച്ച് നമ്മുടെ ബോഡി പാർട്സിലൊന്നും അടിക്കരുത്. അത് പിന്നെ ഡബിൾ പണിയായിട്ട് മാറും. ഈ ജസ്റ്റ് ഒരു സിംഗിൾ കോട്ട് ഇപ്പം ഞാൻ അടിച്ച് വിട്ടിട്ടുണ്ട്. ഇതെനിക്ക് എല്ലാ ക്ലീൻ ചെയ്ത സ്ഥലത്ത് ഓരോ സിംഗിൾ കോട്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ ഒരു കോട്ട് കൂടെ അടിച്ച് അത് സെറ്റ് ചെയ്യാം. ചെറിയ സ്പോട്ടുകൾ അടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പം ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ മാത്രം വീടും. അതെങ്ങനെയുണ്ടെന്ന് ഞാൻ അടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ആൾമോസ്റ്റ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും. ഇതിലിവിടെ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. അത് നല്ല രീതിക്ക് ഉണങ്ങുമ്പോഴത്തേക്ക് മാറുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പറ്റുന്ന രീതി നീറ്റായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ചെയ്യാൻ നേരത്ത് ഈ അഡീഷണലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പെയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ തുടച്ചു കളയാൻ വേണ്ടി വല്ല എടുത്തേക്കണം. കെറോസിനോ പെട്രോൾ ഡീസലല്ലോ. ഞാനിപ്പോൾ കെറോസിനാണ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് ലൂബ് ചെയ്യാം. ഞാനിപ്പോൾ മോട്ടോവിൻ്റെ ലൂബാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ക്ലീനൊക്കെ സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോൾ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്പ്രോക്കറ്റും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചെയിനും പക്ക നീറ്റാണ്. ഇനി ലൂബൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വണ്ടി കയറ്റി വെച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ ലൂബൊന്ന് തീർന്നതിന് ശേഷം പിന്നെ തൊട്ട് ഗിയർ ഓയിലും എല്ലാം വാങ്ങിച്ച് ലൂബ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോൾ ഈ ഒരു പുതിയ സ്പ്രോക്കറ്റ് വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഞാൻ ചെയിൻ ലൂബും ക്ലീനിങ്ങും ചെയ്താൽ മാത്രമേ അതിന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ ഗിയർ ഓയിലാണ് എന്തുകൊണ്ടും ബെറ്റർന്ന് തോന്നി. അപ്പോൾ ഇത് തീർന്നിട്ട് ഇനി ഗിയർ ഓയിൽ വാങ്ങിച്ച് വേണം ചെയ്യാൻ വേണ്ടി. ചെയിൻ ലൂബിൻ്റെ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ ഈ ഓറഞ്ച് സില്ലിൽ മാത്രമാണ് ലൂബ് അടിക്കാറുള്ളത്. അപ്പോൾ പിന്നെ മഴയൊക്കെയാണ് ചെയിൻ റെസ്റ്റ് എടുക്കാൻ ചാൻസുകളുണ്ട്. ഞാൻ ഒന്ന് ഫുള്ള് കവർ ചെയ്ത് എല്ലാ സൈഡിലും അടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സ്പ്രോക്കറ്റും ക്ലീൻ ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലാക്ക് കൂടെ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്കിപ്പോൾ തോന്നുന്നു വലുതായിട്ട് സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഓൾറെഡി വണ്ടി അത്യാവശ്യം നീറ്റ് കണ്ടീഷനിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.